ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമ്മുടെ മന്ന ഫാമിലിയിൽ 2000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്തവർക്കും വിമർശിച്ചവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇടാത്തതിൽ ആരും പരിഭവമൊന്നും വിചാരിക്കരുത്. എനിക്കൊരു ജോലി കിട്ടി, അതുകൊണ്ടാണ് കുറച്ച് തിരക്കായി പോയത്. ക്ഷമിക്കണം. ഇനി മുതൽ നമ്മൾ കറക്റ്റായിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ എല്ലാവരും ലോഗോസ് കിസ് രജിസ്ട്രേഷൻ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ചെയ്യാത്തവർ ജൂലൈ 31 വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ എല്ലാവരും വേഗം തന്നെ രജിസ്റ്റർ ചെയ്യണം കേട്ടോ. ലോഗോസ് കിസ് 2025 എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും 1-ാം അധ്യായത്തിലെ മോക്ക് ടെസ്റ്റ് ആണ് ഈ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു മന്ന ക്വിസ് ഗൈഡ് ചാനൽ. ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളാണ് ഈ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും പോകുന്നതിന് മുൻപായി പ്രഭാഷകൻ 50-ാം അധ്യായത്തിലെ മോക്ക് ടെസ്റ്റ് വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ വന്ന മാർക്കുകളാണ് ഇനി പറയാൻ പോകുന്നത്. ഈ ഭാഗം കാണാൻ താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാവുന്നതാണ്. നമ്മുടെ വീഡിയോ തയ്യാറാക്കുന്ന സമയത്തുള്ള കമൻറ്റിൽ നിന്നുമുള്ള മാർക്കുകൾ മാത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കമൻറ്റ് ബോക്സിൽ വന്ന മാർക്കുകളിലേക്ക് 50 മാർക്ക് ലഭിച്ചത് സാബു, സുജ, ആഗ്നസ് ദേവസ്യ. 49 മാർക്ക് ലഭിച്ചത് മേഴ്സി ജോസഫ് ആൻഡ് അൽഫോൺസ ജോസ്. 48 മാർക്ക് ലഭിച്ചത് ഫിലോമിന മാത്യു, കുഞ്ഞമ്മ ജോസഫ്, മിനി ജോബ്. 47 മാർക്ക് ലഭിച്ചത് ത്രേസ്യ ഗബ്രിയേൽ, തങ്കമ്മ ഗബ്രിയേൽ, നിയ റോസ് വിപിൻ, ബെഞ്ചമിൻ ബിനോയ്. 46 മാർക്ക് ലഭിച്ചത് ആനി ആന്റണി, ഗ്രേസ് തോമസ്, സിസ്റ്റർ മേരി കുരിശിങ്കൽ. 45 മാർക്ക് ലഭിച്ചത് ലീലാമ തോമസ്, സിന്ധു സാബു, ജെസി വിൻസെന്റ്. 44 മാർക്ക് ലഭിച്ചത് മോളി മണി, ജോൺസൺ, റാണി ചാക്കോ. 43 മാർക്ക് ലഭിച്ചത് എൽസി ബേബി. 42 മാർക്ക് ലഭിച്ചത് മേരി ലോറൻസ്. 41 മാർക്ക് ലഭിച്ചത് റാണി ഡൊമിനിക്. 40 മാർക്ക് ലഭിച്ചത് മോളി ജോസ്, മേരി. 36 മാർക്ക് ലഭിച്ചത് ആൻസി വിൻസൺ. 32 മാർക്ക് ലഭിച്ചത് മോളി സണ്ണി. എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. നമുക്കിനി ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും പോകാം. ചോദ്യം 1. ദൈവം നമ്മുടെ കാര്യത്തിൽ തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് എന്ത് തീരുമാനിച്ചു? ഉത്തരം ഓപ്ഷൻ എ, യേശു ക്രിസ്തു വഴി പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന്. ചോദ്യം 2. തൻ്റെ എന്തനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന് തൻ്റെ പദ്ധതി അനുസരിച്ച് അവനിൽ നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്ത് നിയോഗിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി, ഹിതം. ചോദ്യം 3. ദൈവം ക്രിസ്തുവിൽ വെളിപ്പെടുത്തിയത് തൻ്റെ എന്തിൻ്റെ രഹസ്യമാണ്? ഉത്തരം ഓപ്ഷൻ സി, പദ്ധതി. ചോദ്യം 4. ദൈവം ലോകസ്ഥാപനത്തിനു മുൻപേ നമ്മെ എന്തിനു വേണ്ടി തിരഞ്ഞെടുത്തു? ഉത്തരം ഓപ്ഷൻ ഡി, പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ. ചോദ്യം 5. നമുക്ക് പാപമോചനവും രക്ഷയും ലഭിച്ചത് ആരുടെ രക്തം വഴി?
ഉത്തരം ഓപ്ഷൻ ബി ക്രിസ്തു. ചോദ്യം 6. സഭ ക്രിസ്തുവിൻ്റെ എന്താണ്? ഉത്തരം ഓപ്ഷൻ എ ശരീരം. ചോദ്യം 7. രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിൻ്റെ വചനം നിങ്ങൾ ശ്രവിച്ച് വിശ്വസിച്ച് മുദ്രിതരായത് ആരിനാൽ? ഉത്തരം ഓപ്ഷൻ ഡി പരിശുദ്ധാത്മാവ്. ചോദ്യം 8. പൗലോസ് തൻ്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രേഷിത യാത്രകളിൽ എത്ര വർഷത്തോളം കേന്ദ്രമാക്കി പ്രവർത്തിച്ചിട്ടുണ്ട്? ഉത്തരം ഓപ്ഷൻ സി 3. ചോദ്യം 9. ദൈവം ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തി സ്വർഗത്തിൽ എവിടെയിരുത്തി? ഉത്തരം ഓപ്ഷൻ സി വലതുവശത്ത്. ചോദ്യം 10. ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കുമുപരി ക്രിസ്തുവിനെ എന്തു ചെയ്തു? ഉത്തരം ഓപ്ഷൻ എ ഉപവിഷ്ടനാക്കി. ചോദ്യം 11. ലേഖന കർത്താവ് എവിടെ ആയിരിക്കുമ്പോഴാണ് ഈ ലേഖനം എഴുതിയതെന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി തടവിൽ. ചോദ്യം 12. എവിടെ നിന്നാണ് എഫേസ്യർക്ക് കൃപയും സമാധാനവും പ്രാപിക്കണമെന്ന് പറയുന്നത്? ഉത്തരം ഓപ്ഷൻ ബി നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും. ചോദ്യം 13. ആരാണ് ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശ വച്ചവർ? ഉത്തരം ഓപ്ഷൻ ഡി നാം. ചോദ്യം 14. ദൈവം നിങ്ങൾക്ക് ഏത് ആത്മാവിനെ പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ എന്നാണ് പറയുന്നത്? ഉത്തരം ഓപ്ഷൻ സി ജ്ഞാനവും വെളിപാടും. ചോദ്യം 15. ദൈവം തൻ്റെ കൃപയുടെ മഹത്വത്തിനു വേണ്ടി നമ്മെ ആരു മുഖാന്തരം അവനിൽ ചേർത്തു? ഉത്തരം ഓപ്ഷൻ ഡി പ്രിയപ്പെട്ടവൻ. അടുത്തതായി ചോദ്യം 16. കാലത്തിൻ്റെ പൂർണ്ണതയിൽ സ്വർഗത്തിലും ഭൂമിയിലും എല്ലാറ്റിനെയും ആരിൽ ഒന്നിപ്പിക്കാനാണ്? ഉത്തരം ഓപ്ഷൻ എ ക്രിസ്തു. ചോദ്യം 17. നമ്മെ പ്രതി പൗലോസ് ദൈവത്തിന് എന്തർപ്പിക്കുന്നത് നിർത്തിയിട്ടില്ല? ഉത്തരം ഓപ്ഷൻ ഡി കൃതജ്ഞത. ചോദ്യം 18. ആന്തരിക നേത്രങ്ങളെ ദൈവം എന്ത് മനസ്സിലാക്കാൻ പ്രകാശിപ്പിക്കട്ടെ എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം ഓപ്ഷൻ ബി പ്രത്യാശ. ചോദ്യം 19. വിശ്വാസികളിലേക്ക് പ്രവഹിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി എങ്ങനെയാണ്?
ഉത്തരം ഓപ്ഷൻ സി അപരിമേയം. ചോദ്യം 20. പരിശുദ്ധാത്മാവ് എന്തിൻ്റെ അച്ചാരമാണ്? ഉത്തരം ഓപ്ഷൻ എ അവകാശത്തിൻ്റെ. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപായി ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യങ്ങളിലേക്ക് പോകാം. ചോദ്യം 21. ദൈവം നമ്മെ എവിടെയുള്ള ആത്മീയ വരങ്ങളാൽ ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചു? ഉത്തരം ഓപ്ഷൻ സി സ്വർഗീയമായ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളാൽ. ചോദ്യം 22. ദൈവ തിരുമനസ്സിനാൽ യേശു ക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായവൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ പൗലോസ്. ചോദ്യം 23. ദൈവം ക്രിസ്തുവിനെ സഭയുടെ എന്തായി നിയമിച്ചു? ഉത്തരം ഓപ്ഷൻ ഡി തലവൻ. ചോദ്യം 24. എഫേസോസുകാർക്ക് ആരിലുള്ള വിശ്വാസത്തെക്കുറിച്ച് കേട്ട നാൾ മുതൽ പൗലോസിന്റെ പ്രാർത്ഥനയിൽ അവരെ അനുസ്മരിച്ചു? ഉത്തരം ഓപ്ഷൻ സി യേശുക്രിസ്തു. ചോദ്യം 25. ദൈവം തന്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ എന്ത് സമൃദ്ധിയായി ചൊരിഞ്ഞു? ഉത്തരം ഓപ്ഷൻ ബി കൃപ. അപ്പോൾ എത്ര മാർക്കാണ് എല്ലാവർക്കും ലഭിച്ചത്? ഏതെങ്കിലും ചോദ്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നിയിരുന്നോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരും വരെ ബൈ.